അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ബീച്ച് ഫെസ്റ്റും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കസിൻസ് എല്ലാവരും കൂടി ആയിട്ട് അത് കാണാൻ വേണ്ടിയുള്ള പോക്കാണ്. ആദ്യം ഞങ്ങളിവിടെ കിടങ്ങാമ്പറമ്പത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുക. അപ്പോൾ അവിടെ ജാസി ഗിഫ്റ്റിൻ്റെ ഒക്കെ ഒരു ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ടച്ച് ചെയ്ത് പിന്നെ നേരെ ബീച്ചിലോട്ട് വിട്ട് ബീച്ചിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാ ഉത്സവ പറമ്പിലും കാണുന്ന എല്ലാ സാമഗ്രികളും അവിടെ ഉണ്ടായിരുന്നു. മറ്റേ ആകാശത്തോട്ടിൽ പിന്നെ മറ്റേ ആ ഡ്രാഗൺ പോലത്തെ സാധനം, അങ്ങനെ കുറേ എന്തൊക്കെയോ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഒരു സ്കൈ ഡൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഞാൻ കയറിയിട്ടില്ല, പക്ഷേ കൊള്ളാം, കണ്ടിട്ട് കൊള്ളാം, കയറാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് മറ്റേ ഡ്രാഗൺ പോലത്തെ സാധനത്തിനകത്ത് കയറി. അത് കയറുമ്പോഴത്തേക്കും കൂടെയുള്ള എല്ലാ എണ്ണത്തിനും നല്ല പേടിയുണ്ടായിരുന്നു. എല്ലാ എണ്ണമല്ല, 1-2 എണ്ണത്തിന് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ പിന്നെ നല്ല ധൈര്യവതി ആയതുകൊണ്ട് നല്ല ധൈര്യത്തോടു കൂടി കയറിയിരുന്നിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊക്കെ കരഞ്ഞുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി, അതിനകത്ത് ആടി, ലാസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി. ഓരോരുത്തർ നെഞ്ചൊക്കെ പൊട്ടി ഇപ്പം ചാവും എന്നുള്ള അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ സീ ലോഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ബീച്ചിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് അങ്ങനെ നടന്ന് പോയി. പിന്നെ അവിടെ കൂടിയിരുന്ന് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒരു 11:30-12 മണീൻ്റെ 11:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഒരു ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടില്ല, അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ നടന്നിരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളൂ കേട്ടോ, കാരണം അത്യാവശ്യം നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടാറ്റാ.